റോസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ മച്ചാനെ? ചോദ്യം ലേശം മാറ്റേണ്ടി വരും. ബാറോസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും കാണാനുള്ള ധൈര്യമുണ്ടോ? കാണ്ഡഹാറും മുടിയനും മരക്കാറും ആറാട്ടുമെല്ലാം ആദ്യ ദിവസം തന്നെ പോയി കണ്ട് ആ ബോംബുകൾക്കിടയിലൂടെ നടന്നിട്ടും ബാറോസ് ആദ്യ ദിവസം തന്നെ കാണാൻ മനസ്സ് കാണിച്ച ഈ ഞാൻ എന്റെ യൂട്യൂബ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാണൻ പിടിഞ്ഞും ബാറോസ് വീണ്ടും കാണാൻ ഞാൻ പൊരുതും. എന്നാലും രണ്ടാമത് കാണാൻ എളുപ്പമല്ല. അങ്ങനെ മുത്തശ്ശി കഥ പറയാൻ ആരംഭിച്ചു. ആ കഥയും കേട്ട് അടിതെറ്റി വീണ് മാനം നോക്കി കിടക്കുമ്പോഴാണ് മുത്തശ്ശി കഥയ്ക്ക് എന്ത് കുട്ടികൾക്കുള്ള കഥ വേണോ ചേട്ടാ എന്ന് ചോദിച്ച് അടുത്തയാൾ. മുത്തശ്ശി കഥ കൊണ്ടൊന്നും പാഠം പഠിക്കാത്ത ആ ലോല ഹൃദയൻ കുട്ടികൾക്കുള്ള കഥയ്ക്ക് റെഡിയായി. സാധാരണ നമ്മുടെ ഒരു മൂവി എൻഗേജ്മെന്റ് ഗ്രാഫ് എടുത്താൽ ഇങ്ങനെയോ 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 ഒക്കെ ഉണ്ടാവും. പക്ഷെ ബാറോസ് ഒരു വ്യത്യസ്തമായ ചിത്രമായതുകൊണ്ട് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, അതിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ. എൻഗേജ്മെന്റ് ഡാറ്റ എടുക്കാൻ ഈ പടത്തിലൊരു തേങ്ങയില്ല. അത് അങ്ങനെ ഒരു അപ്പൊ പടം തുടങ്ങുന്നത് ഒരു പൊട്ടിത്തെറിയോടെയാണ്. ഉഫ്, ഡയറക്ടർ ബ്രില്യൻസ് തന്നെ. സുജന മാത്രം ഈ പൊട്ടിത്തെറിയൊരു സൂചന മാത്രം. ആ പൊട്ടിത്തെറിയിൽ നിന്ന് ഏട്ടൻ വരും. തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോസ്. എന്നെ തള്ളാൻ വേറൊരു തിന്റെ സഹായം ആവശ്യമില്ല. അപ്പൊ തുടങ്ങിയല്ലേ ഏട്ടന്റെ ബ്രഹ്മാണ്ഡമായ ഫാന്റസികൾ. അപ്പൊ ഈ ഷോട്ട് ഇങ്ങനെ പുള്ളി ഒരു ചുമരിലാണ് നിൽക്കുന്നതെന്ന് കാണിച്ചു തരാൻ 3 തവണയാണ് പുള്ളി കള്ളു കുടിക്കാൻ നോക്ക, താഴെ പോവാ, റിപ്പീറ്റ്. ഇതന്നെ കഥ. നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ മോനെ. ഈശ്വര, ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങള് അപ്പൊ ബാറോസിന് ആ നിലവറയിൽ കൂട്ടായി വുഡു ഉണ്ട്. പെട്ടെന്ന് ആ നിലവറയുടെ വാതിലിൽ ഒരു ഇടി. അപ്പൊ ഏട്ടൻ ഞെട്ടും. ഈ ഇടയായിട്ട് ഏട്ടൻ ഇങ്ങനെ ഞെട്ടാറ്. മറ്റേ ഏട്ടൻ ഒറ്റയ്ക്കായി പടമില്ലേ, ചിലപ്പോൾ നിങ്ങളും തിയേറ്ററിൽ കാണാൻ ഒറ്റയ്ക്കായിരുന്നിരിക്കും. അതിലും ഇങ്ങനെ തന്നെ ഞെട്ടാറ്. അപ്പൊ വലിയൊരു ഡിൽഡോ വെച്ച് അവര് വാതിലങ്ങ് പൊളിക്കും. നിധി അടിച്ചു മാറ്റാൻ വന്നവരാ. അവിടെ ഭൂതത്തിന്റെ ഫൈറ്റ്. ഇവന്മാര് നടക്കണ കണ്ട് ഏത് പൊട്ടനും മനസ്സിലാവും ബാറോസിനെ അവർക്ക് കാണാൻ പറ്റില്ലെന്നും. എന്നിട്ട് ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ ഏട്ടൻ ചോദിക്കുക, അവരെന്താ പെട്ടെന്ന് ഓടിക്കളഞ്ഞത്? അപ്പൊ ഒരു 3D ഹെലികോപ്റ്റർ വരും. 3D കൊണ്ട് പേടിച്ച് കണ്ണടയും വെച്ച ആൾക്കാർ 2.5 മണിക്കൂർ വരെ കണ്ണടച്ചിരുന്നാ കേട്ടത്. അപ്പൊ ഗോവയിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുക. ഇവരെ ഞാൻ എവിടെയോ നാൻസി അല്ലേ? അങ്ങനെ റോൺ മാത്യു ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങും. അപ്പൊ ചിരിക്കാനുള്ള എന്റെ അറ്റംപ്റ്റ് വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണല്ലേ രാജുവേട്ടന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ റോള്. ഷൂട്ട് തുടങ്ങിയ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോ അതിന് മോനെ ആരും വിളിച്ചില്ലല്ലോ. ഏട്ടാ, ആട് കരയുന്നത് കേട്ടില്ലേ? എനിക്ക് ആട് ജീവിതത്തിന് പോകാൻ സമയായി. പെട്ടെന്ന് പുള്ളി എന്തോ ഒന്ന് മറന്നല്ലോ. ഇതാണ് മറന്നത്. ഇസ എന്ന ഇസബല്ല. ഇസ ഇച്ചിരി കുറുമ്പാണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഏട്ടൻ ഐഡിയ കത്തും. മോനെ, ഞാൻ സാൽമൺ 3D എന്ന പടത്തിനെ പറ്റിയ ഒരു വീഡിയോ കണ്ടു. അതിലെ ആ പയ്യൻ അതിന്റെ 3D എഫക്റ്റ് ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ ഒന്ന് പിടിച്ചാലോ? ഏട്ടാ, അവനതിനെ കളിയാക്കുന്നത് അല്ല മോനെ, കളിയാക്കുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചാലല്ലേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കളിയാക്കലൊക്കെ മനസ്സിലായെങ്കിൽ നമ്മൾ ഈ അപരാധത്തിന് നിൽക്കില്ലല്ലോ. പറഞ്ഞോളൂ, അങ്ങനെ തന്നെ ചെയ്യാം. അയ്യോ, ബോള് വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോ. അയ്യോ, ബണ്ണ് വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോ. അയ്യോ, വാണം വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോ. ഈ ഡയറക്ടറിന്റെ വിചാരം ക്യാമറയിലോട്ട് നോക്കി ഓരോന്ന് എറിയുന്നതാണ് 3D. സോ ലിറ്ററലി ഒരു ക്രിഞ്ച് 3D ഫെസ്റ്റിവൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇസ ഗോവയിൽ ലാൻഡ് ചെയ്യും. അപ്പൊ ഏട്ടന്റെ തലയ്ക്കുള്ളിലെ സർപ്പങ്ങൾ അനങ്ങും. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? ബിഗ് ബഡ്ജറ്റ് ഏജന്റ് എക്സ് മേക്ക് ബിലീവ് എന്താ മോനെ. അപ്പൊ ലെവളാണ് നിധിയുടെ അവകാശി. ഭൂതത്തിന് താക്കോൽ അവളെ ഏൽപ്പിക്കണം. അപ്പൊ അവിടെ ഒരു കാസിനോ സെറ്റാക്കാനാണ് ഇസബെല്ലയുടെ ഡാഡി റോൺ വന്നിരിക്കുന്നത്. ഇവിടെ കസിനോ വന്നാൽ എന്തുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇവിടെ അടുത്തുള്ള ചേരി നിവാസികളാ. മറ്റേ തമിഴ് സിനിമയുടെ മൂലക്കില്ലായ ഭീമൻ കോർപ്പറേറ്റ് ചേരി നിവാസികൾ മലയാള സിനിമയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഏട്ടന്റെ കഷ്ടപ്പാടിനെ നമ്മൾ കാണാതെ പോകരുത്. ഈശ്വര, ഇതൊക്കെ ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ. അപ്പോഴാണ് നമ്മുടെ സ്വന്തം ഗസ്റ്റ് സ്റ്റാർ. പുള്ളിയെ കണ്ടോടെ അമ്മച്ചി ചോദിക്കും, ഇവിടെ ഉണ്ടോ? നമ്മുടെ പണിയാണല്ലോ ഇതെല്ലാം. നേരത്തെ പൊട്ടിത്തെറി കാണിച്ച സൂചന തന്ന പോലെ ഇനി അങ്ങോട്ട് 4th വാൾ ബ്രേക്കിംഗ് ആണ്. നിനക്ക് ബോറടിക്കണ്ടല്ലേ? അപ്പൊ അവിടുത്തെ ഗൈഡ് ടൂറിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോ അതാ നോക്കൂ, ഒരു മതസൗഹാർദ്ദ ഫ്രെയിം. അപ്പൊ ഇങ്ങേരും ഈ ആഫ്രിക്കൻ അമ്മായിയും മന്ത്രവാദം സെറ്റപ്പ് ഒക്കെ ചെയ്താണ് ഇസയെ വരുത്തിയത്. ഇസ വന്ന ഭൂതം പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ ഭൂതത്തിന് പവർ കുറയും. ബൈ ദ വേ, ഈ പറഞ്ഞ പ്ലോട്ട് കഥയ്ക്ക് വലിയ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. അതിന് ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അപ്പൊ ഇസയ്ക്ക് നിധിയിലേക്ക് വഴികാട്ടാൻ നീല വിളിച്ചിട്ട് കൊടുക്കും. അതല്ല, ഒരു പടത്തിന് ഒരു ബോംബ് മതി. ഇത് അങ്ങനെ ഇസ നിലവറയിലെത്തുമ്പോ കൈക്കുള്ളിൽ നിന്ന് ഒരു ഡ്രസ്സ് മുളച്ചു വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഡ്രസ്സ് മുളച്ചു വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബട്ട് ഇസ ഏതോ മഹേഷ് ബാബു രാംചരൺ ഫാനാണെന്ന് തോന്നുന്നു. വലിയ മാറ്റങ്ങളൊന്നും മുഖത്ത് വന്നില്ല. ഷീ വാസ് ലൈക്ക്, ഇതൊക്കെ എന്താണ്? ബട്ട് ഒരു പൂച്ച ഓട്ടം ചാടിയപ്പോ
ബാറോസ് ആണെങ്കിൽ പുറത്തെന്ത ബഹളം കേട്ട് ഡിഗാമ വന്നെന്ന് കരുതി ഇറങ്ങും. 400 വർഷം പോയതൊന്നും ബാറോസ് അറിഞ്ഞിട്ടില്ല. എനിവേ അവിടുത്തെ ഫെസ്റ്റിവലിലെ ആളുകളൊക്കെ അടിപൊളിയാണ്. ആർക്കും ബാറോസിനെ കാണാൻ പറ്റില്ലെങ്കിലും ബാറോസിനുള്ള സ്ഥലമൊക്കെ കൃത്യമായി വിട്ടാണ് അവർ നടക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള ആധുനിക ജനത. ഇപ്പൊ വർഷം 2000 കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതന്നെയാ ഞങ്ങൾക്ക് പറയാളൂ. അപ്പൊ വർഷങ്ങൾ കടന്നുപോയി ഡിഗാമ തമ്പുരാൻ ഇനി തിരിച്ചു വരില്ലെന്നോർത്ത് വിഷമം വന്നപ്പോ ഭൂതാണെങ്കിൽ എന്താ അതിനും വിഷമാവില്ലേ? പുള്ളി ഒരു പാട്ടങ്ങ് പാടും. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം, ഏതേലും ഒരു തല്ലിപ്പൊളി പാട്ടുപാടി ഏട്ടന് പോകാം, പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേൾക്കേണ്ട അപരാധങ്ങളോ? ഇസബല്ല ഇസബല്ല കരളിൽ പൊന്നിതിയാണു നീ, നീയല് പോൽ അരികെ ഞാൻ അതിരെ കാക്കണ കാവലും. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ അവകാശിയെ താക്കോലേൽപ്പിക്കണം. ഇസ അങ്ങനെ ആദ്യമായി ബാറോസിനെ കാണുമ്പോൾ ഉള്ള സീൻ, യാ മോനെ, കയ്യിലെ 5 രോമം നിരനിരയായി എണീറ്റ് നിന്ന് നടുവിലെ രോമം ഒന്നുകൂടെ നിവർന്നു നിന്ന് ഇതൊക്കെ രണ്ടാമതിരുന്ന് കണ്ട എനിക്കൊരു നടുവിരൽ പ്രണാമം അർപ്പിച്ചു. ഇതിന്റെ ഇടയിലെ ജതിൻ രാംദാസ് ചീഫ് അച്ചായനെ വിളിച്ചിട്ട് പറയും, മിന്നൽ മുരളിൽ ഷിബു എനിക്കിട്ടൊന്ന് പണിഞ്ഞായിരുന്നു, അവനൊരു പണി കൊടുക്കണമെന്ന്. അതിനെന്താ മോനെ, അവന് ഞാൻ എന്റെ സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞ് പുള്ളിനെ കൊണ്ട് ഈ സീനൊക്കെ അങ്ങ് ചെയ്യിപ്പിക്കും. എനിവേ ഇത് വേറെ ഏതോ യൂണിവേഴ്സ് ആണല്ലോ. ഏട്ടന്റെ ഫ്ലക്സ് മേലോട്ട് പോകുന്നത് കണ്ടിട്ട് ഷീ ഫെൽറ്റ് നത്തിങ്. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സിനിമയിൽ ഏട്ടൻ നമുക്ക് വേണ്ടി എടുത്തു വെച്ച ഏറ്റവും വിജൃംഭിച്ച സീൻ. ഇതൊക്കെ കണ്ട് വാ പൊളന്നിരിക്കണോന്ന് ചോദിച്ചാ ഇതൊക്കെ എന്തോന്ന് മോനെ, ദാ ഇതുപോലത്തെ കിണ്ണം കാച്ച ഐറ്റംസ് കണ്ട് വാ കുറെ പൊളന്നതാ. ബൈ ദ വേ ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പടമല്ലേ, അല്ലാതെ കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതല്ലല്ലോ. അങ്ങനെ ഇസ വെള്ളത്തിലൂടെ നടക്കും. ആൻഡ് അവളുടെ ദേഷ്യത്തിന്റെ പീക്കിലായതുകൊണ്ട് ഇസ വെള്ളത്തിലാണ് നടന്നതെന്ന് പോലും അറിഞ്ഞില്ല. എല്ലാം മായ. ബൈ ദ വേ ആ മീനുകളെ കുറിച്ച് ആരും ബേജാറാവണ്ട. ഹിയർ ഇസ് ദ ഡിസ്ക്ലെയിമർ. ഈ സിനിമയിൽ കാണിക്കുന്ന മൃഗങ്ങളുടെ പാമ്പ്, തവള, പൂച്ച, മീനുകൾ, തേൾ രംഗങ്ങൾ ഡമ്മിയും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഓ ഗ്രാഫിക്സ് ആയിരുന്നു, എല്ലാം ഒറിജിനലാണെന്ന് കരുതി ഞങ്ങൾ പേടിച്ചു പോയി. സാരമില്ല. അപ്പൊ ഏട്ടൻ ചാടും. ഏട്ടന്റെ ഈ ചാട്ടം ഞാൻ സ്ലോ ആക്കിയതല്ല, അതങ്ങനെയാണ്. അങ്ങനെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് വെള്ളത്തിൽ കൂടിയാണ് നടന്നതെന്ന് ഇസയ്ക്ക് മനസ്സിലായത്. അപ്പൊ എവളും ഉടയാണെന്ന് മനസ്സിലായപ്പോ ഏട്ടൻ കൈന്ന് ഷ്യൂ വിട്ട് അവളെ വെള്ളത്തിലിടും. വെള്ളത്തിൽ വീണപ്പോ ഇസ ഏതൊരു ബൊമ്മയാകും. അങ്ങനെ കരയപരാധങ്ങൾക്ക് ശേഷം ഏട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കടൽ അപരാധങ്ങൾ. എന്താരോ മഹാനു പാവുലു. അങ്ങനെ കടലിൽ മുങ്ങിയ ഇസ പൂളിൽ പൊങ്ങും. ബൈദവേ എല്ലാം പൂള് തന്നെ. അവിടുന്ന് പാരിഷ് പെപ്പ അവളുടെ അടുത്ത് വന്നിരിക്കും. അടുത്തിരിക്കുന്നത് ഒരു ഭൂതാണെന്നുള്ള ഒരു അഹങ്കാരം അവൾക്കില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. സോ പാരിഷ് പെപ്പയ്ക്ക് ഇസിയെ നല്ല കുട്ടിയാക്കണം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. പാടി മനമേ മാനമേ മനമേ മാനമേ. എന്ത് തല്ലിപ്പൊളി പാട്ട്. ബട്ട് ഈ മ്യൂസിക് ഡയറക്ടർ പയ്യന്റെ കാര്യം ചിലപ്പോൾ റെക്കോർഡ് തന്നെയാകും. ഫീൽഡിലേ ഇല്ലാത്ത പയ്യനെ വിളിച്ച് ഫീൽഡ് ഔട്ട് ആക്കി എന്നുള്ള റെക്കോർഡ് മിക്കവാറും നോക്കും. അങ്ങനെ അതിഗംഭീരമായി പാട്ട് പാടിയ ഇസയ്ക്ക് അച്ഛൻ മികച്ച ഗായികയ്ക്കുള്ള പാസ പുരസ്കാരം അങ്ങ് കൊടുക്കും. അങ്ങനെ ഇസയെ കൂടുതൽ നന്നാക്കാൻ ബറോസ് അവളെ വീണ്ടും വെള്ളത്തിൽ തട്ടിയിടും. ഒരു വാർണിംഗ് സൈനെങ്കിലും വെക്കാമായിരുന്നു. കുട്ടികളെ നന്നാക്കാനായി മാതാപിതാക്കൾ ഒരിക്കലും ഇത് വീട്ടിൽ അനുകരിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്ത പിറ്റേ ദിവസം പിള്ളേര് സമാധി സമാധി സമാധി. അപ്പൊ എന്താ പണ്ടുണ്ടായെന്ന് വെച്ചാൽ യുദ്ധം വന്നപ്പോ ഡിഗാമ തമ്പുരാൻ സ്കൂട്ടാവുന്നതിനേക്കാളും മുമ്പ് അന്നത്തെ ആഫ്രിക്കൻ അമ്മായിയുടെ ബ്ലാക്ക് മാജിക്കിലൂടെ നിധി കാത്തു സൂക്ഷിക്കാൻ ബറോസിനെ അവിടുത്തെ ആസ്ഥാന ഭൂതമായി സമാധിയാക്കും. എന്റെ തമ്പുരാനെ. പറയാൻ മറന്നു, അന്നത്തെ ഇസയ്ക്ക് ബറോസ് പപ്പയെ വലിയ ഇഷ്ടമായിരുന്നു. എനിവേ ഈ കഥയൊക്കെ മനസ്സിലാക്കി അവതാര പിറവിയുടെ മുഴുവൻ കഥയും ആവാഹിച്ച് ഇസ വെള്ളത്തിൽ നിന്ന് നനമൊന്നുമില്ലാതെ പുറത്തെത്തും. അതോടുകൂടി കൊച്ചങ്ങ് നന്നായി. വെള്ളത്തിൽ വീണാലെന്താ, അൽഹംദുലില്ല നന്നാവുണ്ടല്ലോ അല്ലെ, ഹൈറ്. അങ്ങനെ ഗുഡ് ഗേൾ പറയും, എന്ത് വേണേലും പറഞ്ഞോ ഞാൻ ചെയ്യാമെന്ന്. അപ്പൊ ബാറോസ് പപ്പ താക്കോല് കൊടുക്കും. അപ്പൊ അവള് പറയും, അങ്ങനെ പറയരുത്, വേറെന്ത് വേണേലും പറഞ്ഞോന്ന്. അപ്പൊ ആഫ്രിക്കൻ അമ്മായി പണ്ടത്തെ ഡിഗാമയുടെ ആത്മാവിനെ ഒരു തേളിന്റെ ഉള്ളിലൊക്കെ സെറ്റാക്കി ഇങ്ങേരോട് നിലവറയിൽ കൊണ്ടുവയ്ക്കാൻ പറയും. കാരണം ഇതിലെ നിലവറയാണ് നമ്മുടെ സ്ഥിരം ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന ഫാക്ടറി അരിച്ച ഗോഡൌണിന്റെ കുട്ടികളുടെ വെർഷൻ. അങ്ങനെ ഇസയെ രക്ഷപ്പെടുത്താനായി ഏട്ടൻ വന്ന് നിലവറ ഫൈറ്റ് ആരംഭിക്കും. മെറ്റൽ ഫൈറ്റേഴ്സ് ആണെങ്കിൽ മര്യാദക്കാര. ഒരാൾ ഇടി വാങ്ങിക്കഴിഞ്ഞ് ഊഴ കാത്തു നിൽക്കും അടുത്ത ആൾ ഇടി വാങ്ങാൻ. ഭയങ്കരമാണോ ഭയങ്കരം. അങ്ങനെ ഒരാളെ ഏട്ടൻ വേക്യൂം ക്ലീനറിലൂടെ പുറത്തോട്ട് വിടും. ബൈ. പിന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് അന്വർത്ഥമാക്കിക്കൊണ്ട്
ഏട്ടൻ അടുത്ത ആളെയും തീർക്കും. പിന്നെ ആത്മാവും ഭൂതവും തമ്മിൽ ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാളും മാസ്മരിക ഫൈറ്റ് തുടങ്ങും. അങ്ങനെ ദുരാത്മാവ് സ്വയം ഒരു ദുരാത്മാവാണെന്ന് മറന്ന് ഇടികൊണ്ട് വേദനയൊക്കെ എടുത്ത് കിടക്കും. ഇതിനെയൊന്നും എനിക്ക് അങ്ങനെ ആത്മാവ് അടുത്ത റൗണ്ടിന് റെഡിയാവും. അവസാനം ഇസ തന്നെ ഒരു പൊടി വാരിയെറിഞ്ഞ് എല്ലാം സേഫ് ആക്കും. പക്ഷെ ഇപ്പോൾ നിധി കാക്കും ഭൂതം എന്നുള്ള വലിയ ബാക്കി. എന്നിട്ട് അവൾ താക്കോല് വാങ്ങും. അപ്പൊ വുഡു ഇത്രയും കാലം ജീവിച്ചെങ്കിലും ഇതുപോലത്തെ അപരാധങ്ങളൊന്നും എനിക്ക് കാണേണ്ടി വന്നിട്ടില്ലേ, നമ്മളില്ലേ എന്നും പറഞ്ഞ് പുള്ളി ആത്മഹത്യ ചെയ്യും. കണ്ടാ കണ്ണീന്ന് പൊന്നീച്ച പറക്കണ സിനിമയാണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ഏട്ടൻ ലവ് ഷേപ്പിൽ ഓട്ടയുണ്ടാക്കി പറന്നു പോകും. എന്റെ എല്ലാ കഴിവും ഞാൻ പുറത്തെടുത്തു എന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് ഏട്ടൻ അത് ഓർമ്മ വന്നത്. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും കൊണ്ടുവരും ഞാൻ അവനെ. അപ്പൊ നമ്മുടെ പന്നിപ്പൊടി ചെക്കനിങ് എത്തും. ഇവൻ സ്റ്റേജിൽ കയറി എന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ അവിടെ നടക്കും. ഇനി ഇതൊക്കെ മനസ്സിലാക്കി ഡീകോഡ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ വയ്യ വയ്യ. തിയേറ്ററിൽ ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നിയ സന്ദർഭം ഇതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേർക്ക് മടുത്തപ്പോ അവര് വയലന്റായി. പാരന്റ്സ് എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് ഫോണിൽ അവർക്ക് ഇഷ്ടമുള്ളത് വെച്ചു കൊടുത്തു. കൊച്ചുകുട്ടിയല്ലേ, നാച്ചുറൽ. പിന്നെ ഒരു തരത്തിലും സിനിമയായിട്ടുള്ള ബന്ധമില്ലാത്തവരാണ് സിനിമയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഒരാൾ പറയാം അതിന്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല ഏട്ടാ. ഷോർട്ട് കോമ്പോസിഷനും 30 ഡിഗ്രി റൂളൊന്നും പഠിച്ചിട്ടുമില്ല. എന്നാലും നല്ല പടമാണെന്ന് തോന്നിയ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള മനസ്സുണ്ട്. അതിപ്പോ ഇത്തിരി വൈകിയാണെങ്കിലും നിങ്ങളുടെ ദേവദൂതൻ റീ റിലീസൊക്കെ ഞങ്ങൾ ആഘോഷാക്കി തന്നില്ലേ. നല്ല കഥ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഇഷ്ടമുള്ള സിനിമകൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നിങ്ങളുടെ പ്രേക്ഷകരെ ഇത്രയ്ക്കങ്ങ് ചെറുതാക്കി കാണരുത്. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അപ്പൊ ഇനി യാത്രയില്ല എല്ലാവരോടും.